നമസ്കാരം. ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം രായ്ക്ക് രാമാനം പുറത്തു വന്നിരിക്കുക. വലിയ സ്പീഡിലാണ് ഫലം പുറത്തു വന്നിരിക്കുന്നത്. 3-2 ഭൂരിപക്ഷത്തോടു കൂടി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇലക്ഷൻ്റെ ഫലം. പക്ഷേ ഇതിൻ്റെ ഫലം ഇനി എന്തായിരിക്കും, പ്രത്യേകിച്ച് ഇന്ത്യക്ക്? പ്രധാനമന്ത്രി തീരുമാനിച്ചു മോദി, അല്ലെങ്കിൽ താരിഖ് റഹ്മാൻ അല്ലേ? താരിഖ് റഹ്മാൻ അദ്ദേഹം ആണല്ലോ അവിടുത്തെ ഇതിന്റെ നേതാവായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ വിദേശത്തായിരുന്നു 18 വർഷം, ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ മരിച്ചു. അതായത് അവിടുത്തെ പട്ടാള അട്ടിമറിയൊക്കെ ശേഷം 2 പാർട്ടികളും ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഒന്ന് ഈ ഹസീനയുടെ നേതൃത്വമുള്ള പാർട്ടി, 2 ഈ BNP, അവാമി ലീഗും BNP. അതിനകത്ത് എനിക്ക് തോന്നുന്നു 2001 തൊട്ട് 2006 വരെ BNPയുടെ നേതൃത്വത്തില് ഖാലിദ ആയിരുന്നല്ലോ അവിടുത്തെ പ്രധാനമന്ത്രി. അതിനുശേഷം വളരെ കാലം നമ്മുടെ ഹസീന പ്രധാനമന്ത്രിയായി. അവിടെ അട്ടിമറി നടന്നു. അട്ടിമറിക്ക് കൂട്ടുനിന്നത് BNP ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് വിദ്യാർത്ഥി സംഘടന എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി, ഒരു നേതാവുണ്ടായി. ആ നേതാവൊക്കെ നമ്മൾ കണ്ടതാണ്. നേതാവിനെ ഈ അട്ടിമറി നടക്കുമ്പം അട്ടിമറി നടത്തുന്നവർ അന്നേരം ഒരു നേതാവിനെ അവതരിപ്പിച്ച് വലിയ വലിപ്പത്തിൽ കൊടുക്കുമല്ലോ. വിദ്യാർത്ഥികളുടെയൊക്കെ യുവാക്കളുടെയൊക്കെ ഒരു കൂട്ടം. അതായത് അവിടുത്തെ പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും അല്ലെങ്കിൽ മറ്റു പലരുടെയും സഹായത്തോടു കൂടി ഒരു കൂടിയാലോചനയോട് കൂടി ഒരു രാഷ്ട്രത്തെ അട്ടിമറിച്ചു. അതായത് ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ചു യൂനസിൻ്റെ നേതൃത്വത്തിൽ. അല്ലെങ്കിൽ അദ്ദേഹം ഈ അവാർഡ് ജേതാവൊക്കെയാണല്ലോ, നേരത്തെ വളരെ രാജ്യവിരുദ്ധനാണെന്ന് കണ്ട് രാജ്യത്ത് കയറാൻ പറ്റാത്ത ഒരുത്തനെ വളരെ കാലമായിട്ട് രാജ്യത്തു നിന്ന് പുറത്താക്കി, കയറിയാൽ തൂക്കിക്കൊല്ലുമോ എന്നുള്ള രീതിയുള്ളതായിരുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയത്. അവനെ അമേരിക്ക അന്ന് തൊട്ടേ ഒരുക്കി ഏതാണ്ട് 90-ാമത്തെ വയസ്സിൽ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. ഏതായാലും ഇപ്പം അയാൾ വെളിയിൽ പോകുന്നൊരവസ്ഥയാണ്. അയാളുടെ ഭാഗമായിട്ട് അവസാനം നമ്മൾ കണ്ടു നിന്നിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. എല്ലാവരും ഭയന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം അവിടെ വരുമെന്ന് ലോകം ഭയന്നു. അതായത് ഒരു ഭീകര രാജ്യം കൂടി ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിനകത്തുനിന്നും അല്പം വ്യത്യാസം വന്ന് BNP എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട പാർട്ടികൾ, ഒരു പാർട്ടി, അതായത് ഈ ഹസീനയുടെ പാർട്ടിക്ക് അവിടെ മത്സരിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കേണ്ടി വരും ഹസീനയുടെ പാർട്ടിയും കാര്യം കൂടി ഈ പറയുന്ന BNPയെ സഹായിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. തെരഞ്ഞെടുപ്പാണെന്നെങ്കിൽ 46% പോളിംഗ്. അപ്പോൾ നമ്മൾ ന്യായമായിട്ടും കരുതേണ്ട 54% പേരും ഷെയ്ഖ് ഹസീനയോടൊപ്പമാണെന്ന് കരുതേണ്ടി വരും. ഷെയ്ഖ് ഹസീനയുടെ ഒപ്പമാണെന്ന് കരുതുന്നതിൻ്റെ കൂടെ ഈ 46%-നകത്തും ഹസീന പാർട്ടിക്കാർ ഒരിക്കലും ഒരുപക്ഷെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് വരുന്നതിന് വേണ്ടി താല്പര്യപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഹസീനയ്ക്ക് മത്സരിക്കാനൊക്കുന്നില്ല, ആ പാർട്ടിക്ക് മത്സരിക്കാനൊക്കുന്നില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പം അതിന് BNPക്ക് സഹായം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്ര വലിയൊരു ഭൂരിപക്ഷം 299 ഏതാണ്ട് 212 എക്സാക്ട്ലി ബാക്കി ഈ ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട്. ഒരു കാര്യം കൂടെ അവിടെ ചേർക്കണം. അതായത് ഇപ്പോഴും ബാലറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ സീറ്റ് ഇത്രയും വന്നെങ്കിലും ഇനിയിപ്പോൾ 1-2 സീറ്റ് മാറാനുള്ള ചിലപ്പോൾ സാധ്യതയുണ്ട്. അതിനപ്പുറം ഒന്നും ഏതാണ്ട് ഉറപ്പിച്ചു. അതായത് അടുത്ത പ്രധാനമന്ത്രി താരിഖ് ആണെന്നുള്ള രീതിയിൽ ഉറപ്പിച്ചു. ബഹുഭൂരിപക്ഷം കിട്ടി, അല്ലെങ്കിൽ അത്തരത്തിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾക്ക് അല്പം ആശ്വാസം ഉണ്ടെന്നേ പറയാൻ പറ്റൂ. പക്ഷെ ഞാൻ ആശ്വസിക്കുന്നില്ല കേട്ടോ പ്രശാന്ത് മാഷെ, ഞാൻ ആശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ ഭരണപക്ഷത്ത് വന്നിരുന്നെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് കുറച്ച് ഉത്തരവാദിത്വം വന്നേനെ. പക്ഷേ അവർ ഭരണപക്ഷത്ത് വന്നില്ല. അതിൻ്റെ ഒരു പ്രതികാരം രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ കാണിക്കുന്നുണ്ടല്ലേ. അതേ രീതിയിൽ ഏത് നാശം ഇവന് BNPക്ക് വരുത്താൻ പറ്റുമോ ചെയ്യും. അത് ചെയ്യാൻ ശക്തിയുള്ളവരാ. ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ടീ ഗാർഡനിൽ ജോലി ചെയ്യുന്ന ഒരു ഹിന്ദുവിനെ അവർ വീണ്ടും കൊന്നിരിക്കുന്നു. ഒരു വേട്ടയായിട്ട് മാറിയിരിക്കുക. കാശ്മീരി നടത്തിയതുപോലെ വംശഹത്യ എന്ന് പറയുന്ന ഒരു വേട്ടയായിട്ട് മാറ്റിയിരിക്കുക. അപ്പോൾ ഇവിടെ വീണ്ടും ഞങ്ങളെ ഭരണത്തിൽ വന്നില്ലെങ്കിൽ ഞങ്ങളിത് കാണിക്കും. അതാണല്ലോ കോൺഗ്രസ് ഇവിടെ കാണിക്കുന്നത്, കേന്ദ്രത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്ക് ഹിന്ദു ഹത്യയിലേക്കും വംശഹത്യയിലേക്കും അവർ ചിലപ്പോൾ തിരിയാൻ സാധ്യത. ഹിന്ദു ഹത്യയും വംശഹത്യയും ഒക്കെ അവിടെ വളരെ ദീർഘകാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് കുറച്ച് ഒതുക്കം വന്നതും അല്ലെങ്കിൽ രാജ്യം അംഗീകരിച്ചതുമായിട്ടുള്ള ഒരു സമയമെന്ന് പറഞ്ഞാൽ ഈ ഹസീനയുടെ കാലത്താണ്. കാരണം അത്തരത്തിലുള്ളവരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൾപ്പെടെ അത്തരത്തിൽ ആ മനോഭാഗം ഉള്ളവരെ എല്ലാം അവർ പിടിച്ച് ജയിലിലിട്ടു. ഭീകരന്മാരെ എല്ലാം അവർ ജയിലിലായിരുന്നു. ഇതിനുശേഷം ഈ യൂനസ് വന്നതിന് ശേഷമാണ് ഇവരെയൊക്കെ നിർബാധം തുറന്നു വിട്ടതിന് ശേഷം ഇപ്പം ഇദ്ദേഹം പറഞ്ഞതിനകത്ത് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ള, തുറന്നു വിട്ടതിന് ശേഷം അവരുടെ നേതൃത്വത്തിലായിരുന്നല്ലോ ഭരണം. യൂനസ് അവരുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. അവരുടെ ഉദ്ദേശം വംശഹത്യയും അല്ലെങ്കിൽ ഈ പറയുന്ന
ഈ മതരാജ്യവുമാണല്ലോ. ആ മതരാജ്യത്തിനനുസരിച്ചുള്ള പ്രവർത്തനം അവിടെ നിർബാധം തുടർന്നു കൊണ്ടുപോകുന്നു. അതിനെ അനുകൂലിക്കുന്ന ഒരു ജനമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ഒരു സമൂഹമായിരുന്നെങ്കിൽ അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുണ്ട്, അവർക്കല്ലേ അധികാരം കിട്ടത്തുള്ളൂ. അപ്പോൾ അവർക്ക് അധികാരം കൊടുക്കണ്ട, അവർക്ക് അധികാരം കൊടുത്താൽ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും, അല്ലെങ്കിൽ ഒരു പരിധിവരെ അവർ ശത്രുവായിട്ട് ഏറ്റവും ആദ്യം തൊട്ട് ഈ ഇലക്ഷൻ നടക്കുന്ന ഇന്നലെ വരെ ഈ ഇന്ത്യയെ ശത്രുവായി പ്രഖ്യാപിച്ച് ഇന്ത്യക്കെതിരെ നിരന്തരം പ്രസ്താവന നടത്തി, ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടത്തി, ഇന്ത്യക്കെതിരെ ഭീകരവാദികളെ ഉപയോഗിക്കുന്നതിന് ആരൊക്കെ കൂട്ടുനിൽക്കുന്നോ അവർക്കെല്ലാം വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന രീതിയാണല്ലോ ഒന്ന്. അപ്പം അതിനകത്താണ് ഒരു വ്യത്യാസം. മാത്രമല്ല ഈ താരിഫ് ഇവിടെ അദ്ദേഹം വിദേശവാസമായിരുന്നു, വിദേശത്തുനിന്ന് വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ ഇലക്ഷന് മത്സരിക്കുന്നതിന് അല്ലെങ്കിൽ ഒരുക്കം തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം ഒരു ആശ്വാസവാക്ക് പറഞ്ഞു, ഇന്ത്യ എനിക്ക് വേണ്ടപ്പെട്ടതാണ്, എൻ്റെ നേതൃത്വത്തിൽ വന്നാൽ ഞാൻ ഇന്ത്യയുമായിട്ട് സഹകരിച്ചു പോകുന്നതിന് താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ ഉള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ BNP അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ ഉള്ളപ്പോൾ നമുക്ക് ഗുണമുണ്ടായിട്ടില്ല. നമ്മുടെ രാജ്യത്തേക്ക് അടക്കിലായിരുന്നു. മാത്രമല്ല നമ്മുടെ രാജ്യത്തേക്ക് ഭീകരരെയും മറ്റവരെയും ഒക്കെ കടത്തിവിടുന്നതിനും വേണ്ട രീതിയിലുള്ള പ്രൊമോഷനും ഒക്കെ കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു വ്യത്യാസം വരാൻ സാധ്യത ഉണ്ടാകാം, അല്ലെങ്കിൽ അത്തരം നമ്മൾ പറയാൻ പറ്റത്തില്ലല്ലോ. അല്ലല്ല, ഈ സൈഡ് ആ മാഷ് പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പിന്നെ നമ്മൾ താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന ആൾ ചെറുപ്പക്കാരനാണ്. അത് തന്നെയല്ല, സ്ത്രീകളൊക്കെ അവിടെ പ്രകടനം നടത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പടവും വെച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ചെയ്തതുപോലെ സ്ത്രീകൾക്ക് മുദ്ര ലോൺ മാത്രമല്ല ഒരു പ്രത്യേക സഹായം പാക്കേജായിട്ട് ഞാൻ കൊണ്ടുവരും അധികാരത്തിൽ വന്നാൽ. രണ്ടാമത്തേത്, യോഗി ആദിത്യനാഥിൻ്റെ ഒരു പദ്ധതി അതുപോലെ നടപ്പാക്കും എന്ന് പറഞ്ഞാൽ ഈ 3/2 ഭൂരിപക്ഷം കിട്ടുന്നതിന് അദ്ദേഹത്തെ സഹായിച്ചത് ഇന്ത്യയെ ഒരു മോഡലാക്കുമെന്ന വാഗ്ദാനം കൂടിയാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യയെ അനുകൂലിക്കുന്നു. പക്ഷേ ഒരു ചെറിയ ന്യൂനപക്ഷം മതി, പാലിൽ പിന്നെ വിഷമാകാൻ ഒരു തുള്ളി പോരെ. അതാണ് ഈ ജമാഅത്തെ. അല്ല, അതിനകത്ത് മെയ്വഴക്കം വേണം, ആ രീതിയിൽ ഭരിക്കാനുള്ള കഴിവ് വേണം, പ്രാപ്തി വേണം, കപ്പാസിറ്റി വേണം. അതിന് യോഗിയുടെ കാര്യങ്ങൾ അദ്ദേഹം മാതൃകയാക്കുന്നുണ്ടെങ്കിൽ യോഗിയെ ഒന്ന് മാതൃകയാക്കിയാൽ മതി. UP ഈ പറയുന്നത് പോലെ പാലിൽ ഒരു ശകലം പല്ലിക്കാട്ടം വീണാൽ കുഴപ്പം വരുമെന്ന് കണ്ടുകൊണ്ട് ആ പല്ലിക്കാട്ടത്തെയൊക്കെ യോഗി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കിയാൽ മതി. അപ്പം ഇതിനകത്ത് വേറൊരു ആശാവഹമായിട്ടുള്ള കാര്യമുണ്ട്. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ഇന്ത്യയെ മാതൃകയാക്കി ലോകത്തിൻ്റെ നെറുകയിലേക്ക്, അല്ലെങ്കിൽ ലോകം ചർച്ച ചെയ്യുന്ന ഒരു രാജ്യമാക്കി GDP ലെവലിനകത്ത് വർധനവ് വരുത്തി ഒരു വികസിത രാജ്യത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഹസീന. ഇന്ത്യ പറയുന്നത് മാത്രമായിരുന്നു അവർ കേട്ടുകൊണ്ടിരുന്നത്. അതേ മാനദണ്ഡത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ പുരോഗതിയിലേക്ക് പോകും, അല്ലെങ്കിൽ ഇന്ത്യ ആ രീതിയിൽ സഹായിക്കും. കാരണം ഇന്ത്യക്ക് സഹായിച്ചേ മതിയാവത്തുള്ളൂ. ഇന്ത്യക്ക് ത്രെട്ടുണ്ട്. കാരണം നമ്മൾ വളഞ്ഞു വെച്ചിരിക്കുന്ന രാജ്യവും നമുക്ക് ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള രാജ്യവുമാണ്. ഈ രാജ്യവുമായിട്ട് പാകിസ്ഥാനും ചൈനയും വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ സന്ധി ഉണ്ടാക്കി നമ്മൾക്കെതിരെ നീക്കങ്ങൾ, നമ്മൾക്ക് അതിർത്തിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇന്ത്യക്ക് അകത്തോട്ട് ആക്സസ് ഉണ്ടാക്കാൻ, ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ, ഇന്ത്യയുടെ പുരോഗതിയെ തടയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നതിനും ഭീകരവാദികളെ കടത്തിവിടുന്നതിന് വേണ്ടി ഏറ്റവും സാധ്യതയുള്ളതും ഏറ്റവും അടുത്തുള്ളതുമായിട്ടുള്ള രാജ്യമാണല്ലോ ബംഗ്ലാദേശ്. അപ്പം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്പം ആശ്വാസം ജമാഅത്തെ ഇസ്ലാമി അല്ല വന്നിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വന്നിരിക്കുന്നത്. ആ പാർട്ടിയോട്, ഹസീനയുടെ പാർട്ടിയോട് അല്ലെങ്കിൽ അവാമി ലീഗോട് തുലനം ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ നിലപാടിനകത്ത് പുതിയൊരു ഭരണാധികാരി വരുമ്പോൾ ഒരു വ്യത്യാസം വരുത്തിയാൽ ഇപ്പം നമുക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട്, ആദ്യമേ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ വിളിച്ചിട്ട് ഈ പറയുന്ന പോലെ ആശംസകളൊക്കെ നേർന്നിട്ടുണ്ട്. അപ്പം ഇപ്പം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നാളെ കാലത്തെ ഭരണം വന്നു കഴിയുമ്പോൾ ആരുടെയൊക്കെ നിലപാടിനോടാണോ, ആരുടെയൊക്കെ അടുപ്പം കൂടുന്നതുകൊണ്ടോ, അയാളുടെ മാനസിക നില ഇന്ത്യയോടാണോ മറ്റു പല രാജ്യങ്ങളോടാണോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. ഏതായാലും ഇന്ത്യക്ക് അല്പം ആശ്വസിക്കാം. ഇന്ത്യ വളരെ കരുതലോടുകൂടി തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ ഈ പറയുന്ന ഏറ്റവും അടുത്ത അയൽ രാജ്യമായതുകൊണ്ട് ഇന്ത്യ അതിനകത്ത് ഇടപെടുന്നതിനകത്തും, അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതിനകത്തും ഇതുവരെ ഉള്ളതുപോലെ ശ്രദ്ധ ചെലുത്തിയേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ത്രെട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെയുള്ള നിലപാട് അങ്ങനെയാണ്. മാത്രവുമല്ല 70ഓളം പ്രതിപക്ഷാംഗങ്ങളുണ്ട്. അവർ അവരുടെ പണി ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഒരുപക്ഷെ ഭരിക്കുന്ന
ഈ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അവരെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ ഭരിക്കുന്ന ആൾക്കാർ ബുദ്ധിമുട്ടാവും. അവരെ കൈകാര്യം ചെയ്യണമെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്ന മനോനിലയുള്ള ഇന്ത്യയെ പോലുള്ള ശക്തമായ രാജ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുന്നത് നല്ലതാണ്. മറ്റുള്ള ഒരുപക്ഷെ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒക്കെ നിലപാടുമായിട്ട് മുന്നോട്ട് പോയാൽ അവരെ ഈ പറയുന്ന ഭരണാധികാരിയെ സഹായിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കീഴിൽ കൂടി മറ്റവരെ സഹായിച്ചിട്ട് ഉള്ള ഒരു രീതിയിലേക്ക് പോകും. കാരണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉപദ്രവിക്കുന്നതിന് വേണ്ടി അവരെയാണല്ലോ ഉപയോഗിക്കാൻ പറ്റുന്നത്. പ്രധാനമന്ത്രിയും ഇന്ത്യയും വളരെ കൃത്യമായിട്ട് ഒരു നീക്കം നടത്തും. മാത്രമല്ല ഇനി ഹസീനയുടെ കാര്യത്തിനകത്ത് തീരുമാനം ഉണ്ടാകേണ്ടി വരും. കാരണം ഹസീനയെ തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനമാണല്ലോ. ഇപ്പോൾ ഒരു ജനാധിപത്യ ഇത് വന്നപ്പോൾ ഹസീന ഇവിടെ നിൽക്കുന്നത് എങ്ങനെയാകണം, അല്ലെ ആ നിലപാട് എങ്ങനെയാകണോ എന്നുള്ള തീരുമാനം പുതിയ ഗവൺമെന്റിന്റെ വരുമ്പോൾ അത് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് പറയാൻ പറ്റും. പക്ഷേ അപ്പം ഇന്ത്യ അതിനെപ്പറ്റി ആലോചിക്കും. ഒരുപക്ഷെ ഇന്ത്യയിൽ നിർത്തുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുരക്ഷിതമായ വിദേശ രാജ്യങ്ങളിലേക്ക് മാറ്റുമോ എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും വളരെ കരുതലോടുകൂടി പ്രധാനമന്ത്രി നീങ്ങുന്നു, അല്ലെ ഇന്ത്യ നീങ്ങുന്നു എന്ന് വേണം കരുതാൻ. വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിക്കുക. അതായത് ഇവിടെ അവർ വിജയിച്ചുവെങ്കിലും ഒരൊറ്റ പ്രകടനം ഇപ്പോൾ ബംഗ്ലാദേശ് നടക്കുന്നില്ല. ശോകമൂകമായ അന്തരീക്ഷം തന്നെയാണ്. കാരണം ഈ താരിഖ് റഹ്മാൻ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, യാതൊരു വിധമായിട്ടുള്ള പ്രകടനങ്ങളും വേണ്ട. കാര്യം എന്താ? ക്രമസമാധാന നില മുഹമ്മദ് യൂനുസിൻ്റെ കീഴിൽ അത്ര ഭദ്രമല്ല. ഒരു പ്രകടനം നടന്നാൽ മതി, അത് അക്രമം മറ്റവരെ പേടിയാണ്. ആരെ? ജമാഅത്തെ ഇസ്ലാമിയെ. അവിടെ കലാപം ഉണ്ടാക്കാനും കയറി ആക്രമിക്കാനും തയ്യാറാക്കിയ ഒരു ജനാധിപത്യ ബോധവും ഒരു മതേതരത്വ ബോധവും ഇല്ലാത്ത അക്രമകാരികളുടെ കൂട്ടമാണ് മറുവശത്ത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുള്ള ചുവടുവെപ്പുകളോട് കൂടി തന്നെയാണ് താരിഖ് റഹ്മാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ആദ്യമായിട്ടൊരു സന്ദർശനം ഇന്ത്യയിലേക്ക് തന്നെ നടത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ശ്രീലങ്കയെന്നും അങ്ങനെ ആയിരുന്നല്ലോ. തെരഞ്ഞെടുപ്പിൽ കൂടി അധികാരത്തിൽ വന്ന യുവാവാണ്, സമരവീരി. അദ്ദേഹം ഇന്ത്യയിലേക്കാണ് ആദ്യ യാത്ര. ആ ഒരു യാത്ര ഒരു ശരിയായ ചുവടുവെപ്പായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.